വടകരയിൽ കെ.എസ്.യു നേതാവ് ബിദുൽ ബാലന്റെ വീടിന് നേരെയുണ്ടായ ബോംബേറിനെതിരെയും സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെതിരെയും ആഞ്ഞടിച്ചാണ് ഷാഫി പറമ്പിൽ എം.പി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതും പാർട്ടി നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണോ എന്ന് ഷാഫി ചോദിച്ചു പോവുകയാണ്. കരിങ്കൊടി കാണിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ ബിദുൽ ബാലൻ എന്ന ചെറുപ്പക്കാരനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ CPM പ്രവർത്തകർ അഡ്വാൻസ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയായിരുന്നു. നീ തീർന്നുപോയി, ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ടറിയാം എന്നിങ്ങനെയുള്ള പരസ്യമായ ഭീഷണികൾക്ക് പിന്നാലെയാണ് പുലർച്ചെ വീട്ടിലേക്ക് ബോംബേറ് നടന്നത്. ഒരു പിഞ്ചുകുട്ടി അടക്കം കുടുംബം മുഴുവൻ സമാധാനമായി ഉറങ്ങിക്കിടക്കുന്ന വീട്ടിലേക്ക് ബോംബെറിയുന്ന ക്രിമിനലുകളെ പിടികൂടാൻ പിണറായി വിജയന്റെ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. CPMന്റെ ക്രിമിനൽ സംഘങ്ങൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പോലീസ് കുടപിടിക്കുകയാണ് എന്നും ഷാഫി പറമ്പിൽ ആരോപിക്കുന്നുണ്ട്. ബിദുവിന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞത് DYFIക്കാരാണെന്ന് പോലീസിന്റെ തന്നെ FIRൽ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. മറുഭാഗത്ത് മന്ത്രിയുടെ പിടലി ഉളുക്കിയ സംഭവത്തെ വധശ്രമമായി ചിത്രീകരിച്ച് വിദ്യാർത്ഥികളെ വേട്ടയാടുകയാണ്. മന്ത്രി വീണ ജോർജിന്റെ കഴുത്ത് ആരെങ്കിലും പിടിച്ച് തിരിച്ചോ എന്ന് ഷാഫി ചോദിക്കുന്നുണ്ട്. അവിടെ നടന്നത് കരിങ്കൊടി പ്രതിഷേധം മാത്രമാണ്. ഇനി മന്ത്രിയുടെ കഴുത്തിൽ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ തടയാൻ നോക്കിയ ഗൺമാൻ തന്നെ ആകാനേ വഴിയുള്ളൂ. ദൃശ്യങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി നാട്ടിൽ ആകെ കലാപം അഴിച്ചുവിടാനാണ് MV ഗോവിന്ദൻ ശ്രമിക്കുന്നതെന്നും കള്ളപ്രചാരണം നടത്തി നാടിനെ സംഘർഷത്തിലേക്ക് നയിക്കുന്ന CPM സെക്രട്ടറിക്കെതിരെയാണ് കേസ് എടുക്കേണ്ടതെന്നും ഷാഫി തുറന്നടിച്ചു. ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയെ നെറ്റിയിലും നെഞ്ചിലും കല്ലെറിഞ്ഞപ്പോൾ കാണിക്കാത്ത ആദരാഞ്ജലി നേരലും ബോംബേറുമാണ് ഇപ്പോൾ വെറും കരിങ്കൊടി കാട്ടിയ പിള്ളേർക്ക് നേരെ CPM നടത്തുന്നത്. CPMന്റെ ആക്രമണങ്ങളുടെ ഒരു പോഷക സംഘടനയെ പോലെയാണ് ഈ മേഖലയിലെ പോലീസ് പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം ആഞ്ഞടിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങളുടെ പോലീസിന്റെ പാർട്ടി ഇടപെടൽ മൂലമുള്ള പാർട്ടി നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മാത്രമുള്ള അവരുടെ വീഴ്ചകളുടെ പേരിലല്ലേ ഇത് നിരന്തരം ആവർത്തിക്കപ്പെടുന്നത്? നിങ്ങൾ കാണണം, ഫേസ്ബുക്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ബിദുൽ ബാലൻ എന്ന KSU നേതാവിനെതിരായിട്ട് വടകര സഖാക്കളും ഇവിടുത്തെ സഖാക്കളും ഒക്കെ കൂടി ഇടുന്ന പോസ്റ്റ് അഡ്വാൻസ് ആദരാഞ്ജലികളാണ് ഇടുന്നത്. അഡ്വാൻസ് ആദരാഞ്ജലികൾ എന്തിനാ? ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിന്റെ പേരില? മനുഷ്യരുടെ കൈയും ജീവനും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു വകുപ്പിന്റെ അനാസ്ഥക്കെതിരെ 2 മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരില അഡ്വാൻസ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന സഖാക്കന്മാർ. അവന്റെ കമന്റ് ബോക്സിൽ വന്ന് നീ തീർന്നു എന്ന് പറയുന്നവർ, നീ ജയിലിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ, നീ അവസാനിച്ചു എന്ന് പരസ്യമായി പച്ചക്ക് ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ ഒരു കരിങ്കൊടി പ്രതിഷേധത്തിന്റെ പേരില? ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളുടെ നെഞ്ചിലും നെറ്റിയിലും കല്ലെറിഞ്ഞിട്ട് എത്ര പേർക്ക് അഡ്വാൻസ് ആദരാഞ്ജലികൾ കേരളത്തിൽ പൊതുസമൂഹം നേർന്നിട്ടുണ്ട്? എത്ര പേരുടെ വീട്ടിൽ ബോംബെറിഞ്ഞിട്ടുണ്ട്? പരമ്പരകൾ എന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. എന്റെ കയ്യിലുള്ളത് ഒരു FIR ആണ്. പിണറായി വിജയന്റെ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR. അതിനകത്ത് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 8/6/2024 രാത്രി 12 മണി കഴിഞ്ഞ് 5 മിനിറ്റും കഴിഞ്ഞ് ബാലൻ എന്ന് പറയുന്ന മുതുവീട്ടിൽ ബാബു എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ, മുതുവീട്ടിൽ വിഷ്ണു എന്ന് പറയുന്ന ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പറിന്റെ വീട്ടിൽ, നിങ്ങൾ ആലൊക്കെ FIRൽ പറയുന്നതാണ്, കരുവഞ്ചേരി എന്ന സ്ഥലത്തെ മുതുവീട്ടിൽ എന്ന വീട്ടിലേക്ക് ബൈക്കിലെത്തിയ DYFI പ്രവർത്തകരായ 1 മുതൽ 2 കൂടിയ പ്രതികൾ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി കൈവശം വെച്ച സ്ഫോടക വസ്തു വീടിന്റെ മുകൾ നിലയിലേക്ക് എറിഞ്ഞതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത FIR. ചെറിയ കുട്ടിയടക്കം കിടന്നുറങ്ങുന്ന ഒരു വീട്ടിലേക്ക് രാത്രി 12 മണി കഴിഞ്ഞ് ബോംബെറിഞ്ഞതിന്റെ പേരിൽ ഈ പോലീസ് രജിസ്റ്റർ ചെയ്ത FIRൽ ഇന്നേ വരെ ഒരു പ്രതിയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പിണറായി വിജയന്റെ പോലീസ് ഇതുവരെ മെനക്കെട്ടിട്ടുണ്ടോ? ഒരാളെയെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? 2, കക്കട്ടിൽ RMP നേതാവായിരുന്ന പൊക്കൻ എന്ന് പറയുന്ന സഖാവിന്റെ വീട്ടിലേക്ക് കുഞ്ഞു കുട്ടികളടക്കമുള്ള കുടുംബം വിറങ്ങലിച്ചു നിന്ന് പേടിച്ച് കട്ടിലിന്റെ അടിയിൽ ഒളിച്ചു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്ന തരത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞ് ചില്ലുകൾ തകർന്ന് അതിനകത്തേക്ക് പോയി വലിയ പ്രകമ്പനം സൃഷ്ടിച്ച ആളുറങ്ങുന്ന വീടുകളിലേക്കും മുറികളിലേക്കും എറിഞ്ഞിട്ട് ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്യാൻ
ഒരാൾക്കെതിരെങ്കിലും നിയമ നടപടി സ്വീകരിക്കാൻ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പോലീസ് തയ്യാറായിട്ടുണ്ടോ? 3, മൊകേരിയിലെ വനിതാ ലീഗ് നേതാവ് സാജിദയുടെ വീട്ടിലേക്ക് ഇതുപോലെ ബോംബെറിഞ്ഞിട്ട് പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഒരു നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ടോ? ഇപ്പൊ കോൺഗ്രസ്, ലീഗ്, RMP, UDF പ്രവർത്തകരുടെ വീടുകളിലേക്ക് നിരന്തരം ഇവിടെ ബോംബെറിഞ്ഞിട്ട് അതിൽ ഒരാളെയെങ്കിലും അറസ്റ്റ് ചെയ്യാതെ ആ ബോംബെറിഞ്ഞതിന് പിന്തുണയുമായി നിന്ന പോലീസിന്റെ, അതിന് നിർദ്ദേശം കൊടുത്ത CPM-ന്റെ, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കെടുകാര്യസ്ഥതയോടെയാണ് ഇപ്പൊ ഇതാ വീണ്ടും ഒരു വീട്ടിലേക്കും കൂടെ ബോംബെറിഞ്ഞിട്ട് ആളുകളെ അപായപ്പെടുത്താൻ CPM-ന്റെ ക്രിമിനലുകൾ ശ്രമിക്കുന്നത്. എന്താ ഈ പ്രദേശത്തെ പോലീസിന്റെ പണി? നിങ്ങൾക്കറിയാം പേരാമ്പ്രയിലെ ഇൻസിഡന്റ്. പോലീസിന്റെ പണി എന്താ? പോലീസ് CPM-ന്റെ അക്രമങ്ങളുടെ പോഷക സംഘടനയായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. DYFI-യും SFI-യും CIT-യും എന്നൊക്കെ പറയുന്ന പോലെയാണോ ഈ മേഖലയിലെ പോലീസിന്റെ ഉത്തരവാദിത്തം? നിങ്ങളിട്ട FIR ആണ്. ഇനി അത് പോട്ടെ, ഈ വിതുൽ എന്ന് പറയുന്ന KSU നേതാവ് ഇതിനു മുമ്പ് നേരിടേണ്ടി വന്ന അതിക്രമങ്ങളെ സംബന്ധിച്ച് പോലീസിന്റെ FIR നിങ്ങൾ കാണുക. 29/1/2025 രാത്രി 1:30 ഈ ഇരുട്ടിന്റെ സന്തതികളായ ക്രിമിനൽ സംഘങ്ങൾ നടത്തുന്ന അതിക്രമങ്ങൾ. രാത്രി 1:30 അന്യായക്കാരനും സുഹൃത്തുക്കളും ധർമ്മടാംശം പാലയാട് എന്ന സ്ഥലത്ത് വിനോദൻ എന്നയാളുടെ വീടിന്റെ 2ാം നിലയിൽ പേയിങ് ഗസ്റ്റായി താമസിച്ചു വരുന്ന മുറിയിലേക്ക് 8ഓളം വരുന്ന പ്രതികൾ കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ കരുതലോടും കൂടി മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കടന്ന് അന്യായക്കാരനെ ഇരുമ്പ് വടി കൊണ്ടും മരവടി കൊണ്ടും കൈക്കും കാലിനും അടിക്കുകയും പൽചക്രം കൊണ്ട് ഘടിപ്പിച്ച ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ചത് കൈകൊണ്ട് തടുത്തതിൽ കൈക്ക് പരിക്ക് പറ്റുകയും കൈകൊണ്ട് തടുത്തില്ലായിരുന്നെങ്കിൽ തലക്കടി കൊണ്ട് മരണം വരെ സംഭവിക്കുമായിരുന്നു എന്ന് പിണറായി വിജയന്റെ പോലീസ് ഇട്ട FIR-ൽ പറയുന്നതാ. ഈ വീട്ടിലെ അതുൽ എന്ന് പറയുന്ന ഒരു KSU-കാരൻ, വിതുൽ ബാലൻ എന്ന് പറയുന്ന ഒരു KSU-കാരൻ മണ്ഡലം ഏതാണെന്ന് ഞാൻ പറയണോ? ഇനി പാർട്ടി സെക്രട്ടറിയോട് ചോദ്യം. ഇല്ലാത്ത അക്രമത്തിന്റെ പേരിൽ പാർട്ടി ഓഫീസുകൾക്ക് തീയിടുന്നു, പാർട്ടി ഓഫീസുകൾ തകർക്കുന്നു, സ്തൂപകൾ തകർക്കുന്നു. 3 മണിക്ക് നടന്ന ഇൻസിഡന്റിനെ സംബന്ധിച്ച് കേരളത്തിലെ CPM-ന്റെ സെക്രട്ടറി പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ്, അവിടുന്ന് കിട്ടിയ വിവരം അനുസരിച്ച് കഴുത്ത് പിടിച്ച് തിരിച്ചു. നിങ്ങളൊക്കെ സംപ്രേഷണം ചെയ്തതല്ലേ? കൈകൾ പിടിച്ച് തിരിച്ചു. എവിടെയാണ് ഗോവിന്ദ മാഷെ? ഏതെങ്കിലും കേരളത്തിലെ കാഴ്ചയുള്ള ഒരാള് ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് തിരിക്കുന്നത് കണ്ടോ? കൈകൾ പിടിച്ച് തിരിക്കുന്നത് കണ്ടോ? ഞങ്ങൾ വേണ്ട, നിങ്ങൾ കണ്ടോ? പട്ടാപ്പകൽ അത്രയും ആളുകളുടെ മുമ്പിൽ നടന്നൊരു ഇൻസിഡന്റ് വീണ്ടും സമരക്കാരുടെ തലയിൽ വെക്കാൻ അവസാനം വീണ്ടും ഒരു കള്ള ദൃശ്യവുമായി വന്നു. ഇതാ കറുത്ത തുണിയും കൊണ്ട് സമരക്കാരൻ മന്ത്രിയുടെ കഴുത്തിനെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു കള്ളപ്രചരണം. അതും ഒന്നും കൂടെ വിശദീകരിച്ച് നോക്കിയപ്പോ അത് മന്ത്രിയുടെ ഗൺമാൻ, കറുപ്പ് ഷർട്ടും തോളിലെ ബാഗിന്റെ വള്ളിയും ഉൾപ്പെടെയുള്ള മന്ത്രിയുടെ ഗൺമാൻ മന്ത്രിയുടെ കഴുത്തിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ KSU-കാരന്റെ വീടിന് നേരെ ബോംബെറിയലല്ല വേണ്ടതെന്ന് CPM-ന്റെ പാർട്ടി സെക്രട്ടറി അണികളോട് പറയണം. ഇതിന്റെ പേരിൽ നടക്കുന്ന, സത്യം പറഞ്ഞാൽ കലാപാഹ്വാനത്തിന് ഗോവിന്ദ മാഷ്ക്കെതിരെ കേസെടുക്കണം. ഇതിന്റെ പേരിൽ നടക്കുന്ന മുഴുവൻ, ഇല്ലാത്തൊരു അക്രമത്തിന്റെ പേരിൽ നടക്കുന്ന മുഴുവൻ കലാപങ്ങൾക്കും ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാരാണ് ഉത്തരവാദികൾ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തോൽവിയും ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് വരാത്തതിന്റെ നിരാശയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും തുടർച്ചയായി ഉണ്ടാവുന്ന പരാജയം, ഭരണം നഷ്ടപ്പെടും എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിയപ്പോ എന്റെ അടുത്ത പോയിന്റ് CPM-ന്റെ പ്രവർത്തകരോടാണ് പറയുന്നത്. നിങ്ങൾക്ക് പോലും നിങ്ങളുടെ പാർട്ടിയോട് തോന്നിയ മടുപ്പിനെ
അതിനെ മറച്ചു പിടിക്കാൻ ഇല്ലാ കഥകൾ ഇറക്കി നിങ്ങളെ തെരുവിലിറക്കി അക്രമങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന പ്രകോപനം സൃഷ്ടിക്കുന്ന നിങ്ങളുടെ നേതൃത്വത്തെ തിരുത്താൻ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതുപോലെ പ്രവർത്തകർ തയ്യാറാവേണ്ട കാലമാണ്. CPM പ്രവർത്തകർ ഈ കള്ളത്തരം പറയുന്ന നേതാക്കന്മാരുടെ ഗുണ്ടകളാവാനില്ല എന്ന് ആർജവത്തോടെ പറയേണ്ട കാലമാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം CPM സെക്രട്ടറിയോട് ചോദിക്കുന്നു. ഒരു കരിങ്കൊടി കാണിച്ചതിനാണെങ്കിൽ ഒരു ചെറുപ്പക്കാരന് നിങ്ങൾ അഡ്വാൻസ് ആദരാഞ്ജലികൾ നേരുന്നതെങ്കിൽ, 2 മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിലാണ്, ഒരു കറുത്ത തുണിയുമായി 2 മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിലാണ് വിദുൽ ബാലൻ എന്ന KSU പ്രവർത്തകനോട്, അതുൽ എന്ന KSU നേതാവിനോട് അഡ്വാൻസ് ആദരാഞ്ജലികൾ നിങ്ങൾ നേരുന്നതെങ്കിൽ, അതിന്റെ പേരിലാണ് ആ ചെറുപ്പക്കാരുടെ പ്രായമായ അച്ഛനും അമ്മയും കടന്നുറങ്ങുന്ന വീട്ടിലേക്ക് ബോംബെറിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിക്കുന്നെങ്കിൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യന്റെ നെഞ്ചിലും നെറ്റിയിലും കല്ലെറിഞ്ഞിട്ട് കേരളത്തിലെ ഏതെങ്കിലും CPM പ്രവർത്തകരുടെ വീട്ടിൽ ആരെങ്കിലും ബോംബെറിഞ്ഞോ?